ഏറ്റവും അടുത്ത ആള് ഞാനാ. നബി തങ്ങൾ വഫാത്തായ ദിവസമാണോ റബീഉൽ അവ്വൽ 12? അതെ. നബി തങ്ങൾ ജനിച്ച ദിവസം ഏതാ? ജനിച്ച ദിവസത്തിന് 7 അഭിപ്രായം. സുബ്ഹാനല്ലാഹ്, ഒന്നൊന്നല്ല 7 മാസത്തിൽ 5 അഭിപ്രായം. ക്രിസ്താബ്ദം 570, 15 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, ആനക്കലഹത്തിന്റെ വർഷത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. എന്നാൽ മരിച്ചു എന്നുള്ളതിന് വഫാത്തായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ അഭിപ്രായ ലോകത്ത്. അതേതാ? റബീഉൽ അവ്വൽ 12. ഇമാം ഖസ്തലാനി റഹിമഹുല്ലൊക്കെ പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് റബീഉൽ അവ്വൽ 8-നാണ് റസൂലുള്ള ജനിച്ചതെന്നാണ് മൂപ്പർ അഭിപ്രായം. റബീഉൽ അവ്വൽ 8-നാണ്. അപ്പോഴും നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന തോന്നിയാസല്ലേ റസൂലുള്ള വഫാത്തായ ദിവസം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വെച്ചാല്, റബീഉൽ അവ്വൽ 12-നാണ് അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞത്? റബ്ബി ഉഗ്ഫിർലി വറഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ്സിലിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും മഹാനായ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ടാകും. ഇല്ലെങ്കിൽ ആ പറയാത്തവനാണ് ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മറക്കരുത്, ഏത് സാഹചര്യത്തിലും എപ്പോഴും എവിടെയും നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തണം. ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഇങ്ങനൊരു റബീഉൽ അവ്വൽ 12-നാണ് നബി തങ്ങള് ഇന്നലിൽ മൗത്തി സക്കറാത്ത് എന്ന് പറഞ്ഞു പോയത്. ആ റബീഉൽ അവ്വലിനാണ് നമ്മള് എന്ത് ചെയ്യണമെന്നറിയോ? മിഠായും ബിസ്ക്കറ്റും തന്നോരിൽ 1000 നന്ദികൾ നേർന്നിടുന്നേ, നന്ദികൾ നേർന്നിടുന്നേ. ഞങ്ങളെ കുടിപ്പിച്ചോർക്ക് നാദാ നീ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ, ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ. യാ നബിയേ അസ്സലാം, യാ റസൂലേ അസ്സലാം, യാ ഹബീബേ അസ്സലാം. എന്താ നബി തങ്ങൾ അന്നെന്താ പറഞ്ഞ്? ഇന്നലിൽ മൗത്തി സക്കറാത്ത്. വേദനയോട് അല്ലാഹുവിന്റെ റസൂല് ലോകത്ത് നിന്ന് മടന്നു പോവുകയാ. അന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ ആഘോഷിക്കുകയാ. റസൂലുള്ള വേദനിക്കുമ്പോ ലോകത്ത് മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നത് അഹ്ലുസുന്നത്തിന്റെ ആദർശമല്ല, അത് ബിദ്അത്തിന്റെ ആദർശമാ, അത് തമ്മാടിത്തത്തിന്റെ ആദർശമാ, അത് പിശാച് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത ആദർശമാ. സ്വഹാബത്ത് വിഷമിച്ച, വേദനിച്ച, ദുഃഖിച്ച ദിവസത്തില് നമ്മളിവിടെ സന്തോഷിക്കുന്നത് എന്തൊരു തമ്മാടിത്തമാ. അതേ ആ റബീഉൽ അവ്വൽ 12-നല്ലേ അല്ലാഹുവിന്റെ തിരുദൂതര് പറഞ്ഞു പോയത്, റബ്ബി ഉഗ്ഫിർലി വറഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. കെട്ടുകൾ 3 കെട്ടി, കട്ടിലിൽ നിന്നെയും കേറ്റി, കൂട്ടിച്ചുമാലതിലേറ്റി, കൂട്ടത്തിൽ നിലവിളി പൊട്ടി, അവസാനമുണ്ടൊരു യാത്ര, തിരിമടക്കമില്ലാത്ത യാത്ര. നിങ്ങൾ ആലോചിച്ചോക്കണേ, ഒരു മടക്കമില്ലാത്ത മനുഷ്യന്റെ ഒരു യാത്ര വരാനുണ്ട്. ആരെങ്കിലും ആലോചിച്ചോ? ഫാത്തിഹ ഓതിപ്പോയ ആളുകൾ ആലോചിച്ചോ? കൂടെ നിന്ന് ആമീൻ പറഞ്ഞവർ ആലോചിച്ചോ? നമസ്കരിച്ചു പോയവരെ പോലും ആലോചിച്ചോ? വീട്ടിനകത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ഭാര്യ, അതിനപ്പുറത്ത് ഉമ്മച്ചി, അതിനപ്പുറത്ത് മക്കള്, അതിനപ്പുറത്ത് പെങ്ങന്മാര്, ബന്ധുക്കള് ആലോചിച്ചോ? ഒരു മടക്കവുമില്ലാത്ത എന്റെ ഭർത്താവിന്റെ, എന്റെ വാപ്പച്ചിയുടെ, എന്റെ പൊന്നുമോന്റെ, എന്റെ പൊന്നാങ്ങളുടെ യാത്രയാണ്. അവർക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യണേ എന്ന് ആഗ്രഹിക്കുകയല്ലാതെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ തിരുദൂതർ ചെയ്യാനുള്ളത് പഠിപ്പിച്ചത് എന്നതിനെപ്പറ്റി അവർ പറഞ്ഞു പോയിട്ടില്ലല്ലോ. എന്നതിനെപ്പറ്റി പലപ്പോഴും അവർക്കറിയാതെ പോയല്ലോ. അതുകൊണ്ട് തന്നെ കരച്ചിലാണ്, കരച്ചിലാണ്, ഒരുപാട് കരച്ചിലാണ്. ചെയ്യേണ്ടുന്ന നിസ്കാരം ഇതുവരെ ചെയ്തിട്ടില്ല. ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ചിട്ടില്ല. ആരൊക്കെയോ പണം മോഹിച്ചിട്ട് അൽഫാത്തിയെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചതല്ലാതെ